നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിലനിന്നിരുന്ന വ്യാപാര തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒരു ഇന്ററിം ട്രേഡ് ഡീൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ 2025 ഫെബ്രുവരി 13 ആരംഭിച്ച ചർച്ചകളുടെ ഫലമായാണ് ഈ ഇടക്കാല കരാർ രൂപീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരിഫ് അഥവാ ഇറക്കുമതി നികുതിയിൽ വന്ന മാറ്റം തന്നെയാണ്. കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% അധിക നികുതി ചുമത്തിയിരുന്നു. ഇതോടെ പല ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും നികുതി ഏകദേശം 50% വരെ ഉയർന്നു. എന്നാൽ പുതിയ കരാർ പ്രകാരം ഈ താരിഫ് പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വെറും 18% റെസിപ്രോക്കൽ താരിഫ് മാത്രമേ അമേരിക്ക ഈടാക്കുകയുള്ളൂ. ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നികുതി നിരക്കാണ് എന്നത് ആഗോള വിപണിയിൽ ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള എല്ലാ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും കൃഷി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും, ഉദാഹരണത്തിന് ഡ്രൈ ഫ്രൂട്ട്സ്, മദ്യം, സോയാബീൻ ഓയിൽ, ആപ്പിൾ, മുന്തിരി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യും. തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജ്വല്ലറി, ഡയമണ്ട്, മരുന്നുകൾ, വിമാനഭാഗങ്ങൾ എന്നിവയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന ഉയർന്ന നികുതികൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ കർഷകരുടെ താൽപര്യം മുൻനിർത്തി ചില പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളെ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഗോതമ്പ്, അരി, മക്കച്ചോളം, സോയ, പാൽ, ചീസ്, കോഴിയിറച്ചി, എഥനോൾ, പുകയില എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൽകി വരുന്ന സംരക്ഷണം തുടരും. അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നുള്ള $500 ബില്യൺ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ അഥവാ എനർജി പ്രൊഡക്ട്സ്, വിമാനഭാഗങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. നിർമ്മിത ബുദ്ധി, ഡാറ്റാ സെന്ററുകൾ എന്നിവയ്ക്ക് ആവശ്യമായ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഉൾപ്പെടെ ഹൈടെക് ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം ഇരു രാജ്യങ്ങളും വർദ്ധിപ്പിക്കും. മെഡിക്കൽ ഉപകരണങ്ങൾ, IT ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളും ലൈസൻസിംഗ് പ്രശ്നങ്ങളും ഇന്ത്യ പരിഹരിക്കും. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കാനും വ്യാപാര മേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കാനും ഈ കരാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതൊരു ഇടക്കാല കരാറാണെന്നും പൂർണ്ണ രൂപത്തിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനായി ചർച്ചകൾ തുടരുമെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ കരാറിലെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗം ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യും. പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ എനർജി, ടെക്നോളജി, സിവിൽ ന്യൂക്ലിയർ ഉപകരണങ്ങൾ കൂടിയും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിലും സെൻസിറ്റീവായ ഡയറി, അഗ്രികൾച്ചർ മേഖലകളെ കരാറിൽ നിന്ന് സുരക്ഷിതമായി മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. എങ്കിലും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം നമ്മുടെ പ്രാദേശിക വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ചുരുക്കത്തിൽ ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ.